27 നക്ഷത്രങ്ങളിലെയും ദിവസഫലത്തിലേക്ക് കടക്കാം. അശ്വതി, കരാറുകളിൽ നിന്നും പ്രൊജക്റ്റുകളിൽ നിന്നും ബിസിനസ്സുകാർക്ക് ആനുകൂല്യം ലഭിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഭരണപരവും നേതൃപരവുമായ കഴിവുകൾ വർദ്ധിക്കും. വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ബിസിനസ് കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. വ്യക്തിപരമായ ജീവിതത്തിൽ പലതരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കും. പിതാവുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. പുതിയ പ്രണയബന്ധം ആരംഭിക്കുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിവാഹിതർക്ക് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും. മാസശമ്പള അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കരിയർ സംബന്ധമായ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ അനുകൂലമായ സമയമാണ്. മിതമായ വളർച്ചയോടെ ബിസിനസ് തൃപ്തികരമാകും. വ്യക്തിഗത ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം. ചങ്ങാതിമാർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടി വരും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. പരീക്ഷകളിൽ വിജയം നേടുവാൻ വിദ്യാർത്ഥികൾക്ക് കഠിന ശ്രമം തന്നെ വേണ്ടിവരും. എതിരാളികളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക. സ്വകാര്യ ജീവിതത്തിലെ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചില പഴയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സമയം ചെലവഴിക്കുവാൻ കുടുംബവുമായും പ്രിയപ്പെട്ടവരുമായും സമയം ചെലവഴിക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിത പങ്കാളിയുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക. സ്ത്രീകൾ ഇണയുമായി ഇടപെടുമ്പോൾ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ആക്രമണ സ്വഭാവം ഒഴിവാക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ഒരു കാര്യത്തിലും മറ്റുള്ളവരെ അധികമായി ആശ്രയിക്കരുത്. വായ്പ നൽകുകയോ കടം വാങ്ങുകയോ ഒഴിവാക്കുക. ജീവിത പങ്കാളിയുമായി ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താത്തത് ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ലക്ഷ്യം നേടാനായി കഠിനമായി പരിശ്രമിക്കും. അതിൽ വിജയം കൈവരിക്കും. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് ശരിയായ അന്വേഷണവും വിലയിരുത്തലും നടത്തുക. ബിസിനസ്സുകാർ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ നേടുവാൻ സാധ്യതയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പ്രൊഫഷണൽ വികസനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കുമുള്ള ശ്രമങ്ങളിൽ വിജയം നേടും. ജോലി സ്ഥലത്ത് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കും. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. പഴയ നിക്ഷേപത്തിൽ നിന്നും പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ശരിയായ ബാലൻസ് നിലനിർത്തുവാൻ കഴിയും. മേലുദ്യോഗസ്ഥർക്കും കീഴുദ്യോഗസ്ഥർക്കും ഇടയിൽ നല്ല ബന്ധം സ്ഥാപിക്കും. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങളുടെ ഭാരം വർദ്ധിച്ചേക്കാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും. കായിക രംഗത്ത് ഏർപ്പെടുന്നവർ, മറ്റ് മത്സര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർ തുടങ്ങിയവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. മാർക്കറ്റിംഗ്, സെയിൽസ്, റൈറ്റിംഗ്, റിക്രൂട്ട്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ അസാധാരണമായ വിജയം നേടുവാൻ സാധിക്കും. അടുത്ത ഉത്തരം നക്ഷത്രമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ പ്രണയം ആരംഭിക്കും. തൊഴിൽ മേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കും. നിയമപാലകർക്കും ഔദ്യോഗിക ഡ്യൂട്ടിയിൽ മറ്റും വിദേശത്ത് യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഏത് കുടുംബകാര്യത്തിലും പിതാവിൻ്റെ പിന്തുണ ലഭിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാഡമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയും. പതിവ് ഫിറ്റ്നസ് ദിനചര്യകൾ നിലനിർത്തുക. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ചിലർക്ക് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ രഹിതർക്ക് പുതിയ തൊഴിൽ ഓഫർ ലഭിക്കാം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. വരുമാനത്തിൻ്റെ ഒരു പുതിയ വഴി തുറക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ പ്രവേശനം നേടുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം മനോഹരമാകും. ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ചെറുകിട സംരംഭകർക്ക് പെട്ടെന്നുള്ള നേട്ടങ്ങൾ ലഭിക്കും. വായ്പയ്ക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ഉത്സാഹവും ദൃഢനിശ്ചയവും സഹായകരമാകും. ബിസിനസ്സുകാർക്ക് മികച്ച പ്രകടനം നടത്തുവാൻ സാധിക്കും. എതിരാളികളെ തോൽപ്പിക്കുവാൻ നൂതന തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഭാഗികമായ കടത്തിൽ നിന്നും കരകയറുവാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കഠിനമായി പരിശ്രമിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഏതെങ്കിലും നിയമപരമായ വിഷയത്തിൽ ഏർപ്പെട്ടാൽ തീരുമാനം അനുകൂലമാകുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. വാഹനം വാങ്ങുന്നതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നു. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾക്ക് അവരുടെ കരിയറിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. സഹകരണ മനോഭാവം
പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സഹായകരമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തണം. പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ നേട്ടങ്ങൾ ലഭിച്ചേക്കാം. വരുമാനവും ചിലവും തമ്മിൽ ഒരു ബാലൻസ് സൂക്ഷിക്കണം. ഏത് തരത്തിലുള്ള വെല്ലുവിളിയെയും നേരിടുവാൻ മാനസികമായി തയ്യാറാകണം. ചൂതാട്ടം അല്ലെങ്കിൽ സാമ്പത്തിക ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് ഒഴിവാക്കുക. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ വിശ്വാസം വളർത്തിയെടുക്കേണ്ടതാണ്. പ്രൊഫഷണൽ ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവുമായി ആശയ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ചിന്ത നിയന്ത്രിച്ച് ഏതെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് സാവകാശം ആലോചിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. അടുത്ത ബന്ധുവിനോടുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനേജ്മെൻറ്റുമായി ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മുൻകോപവും എടുത്തുചാട്ടവും കുഴപ്പത്തിലാകും. അതിനാൽ അവ നിയന്ത്രിക്കുക. സ്വന്തം ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകും. വിനയത്താൽ മാത്രമേ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയൂ. അടുത്തത് പൂരാട നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ പെട്ടെന്നുള്ള ചെലവുകൾ വഹിക്കേണ്ടി വരും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഏത് കാര്യങ്ങളും സുതാര്യമായി സൂക്ഷിക്കണം. പുതിയ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സ്വന്തം തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തുക. സഹോദരങ്ങളുമായി ചില പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടും. സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ശ്രമിക്കരുത്. ബിസിനസ് പങ്കാളിയുമായി പദ്ധതികളും റോളുകളും അവലോകനം ചെയ്യേണ്ട സമയമാണ്. ഉത്കണ്ഠയും അശ്രദ്ധയും അനുഭവപ്പെടാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വെല്ലുവിളികൾ നിറഞ്ഞ സമയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. പങ്കാളിയുമായുള്ള ബന്ധം വഷളാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ജോലിഭാരം വർദ്ധിക്കും. ശാരീരിക പ്രതിരോധശേഷി ദുർബലമാകാം. അതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. പല വിധത്തിലുള്ള അനാവശ്യ ചെലവുകൾ ഉണ്ടാകും. നിർബന്ധശീലവും മുൻകോപവും ഉണ്ടാകും. ആഡംബരഭ്രമം ഒഴിവാക്കുകയും ചെലവുകൾ നിയന്ത്രിച്ചും മുൻപോട്ട് പോകേണ്ടതാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ടം, അലസത എന്നിവ ഉണ്ടാകാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. വിപരീത അവസ്ഥകളെ ധൈര്യപൂർവ്വം നേരിട്ട് വിജയം നേടിയെടുക്കുവാൻ മിടുക്ക് കാണിക്കുക. അടുത്തത് ചതയം നക്ഷത്രമാണ്. ആരോഗ്യപരമായ വിഷമങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രയാസങ്ങൾ വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. ബിസിനസ് മേഖലയിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. പ്രണയത്തിന് അനുകൂലമായ കാലഘട്ടമല്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. സാഹചര്യങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യുക. ജീവിത പങ്കാളിക്ക് കരിയറിൽ നേട്ടങ്ങൾ വരും. സഹോദരങ്ങളുടെ സഹകരണമുണ്ടാകും. അമ്മാവിൻ്റെ പിന്തുണ ലഭിക്കും. സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനം എടുക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയും. ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അഡ്വാൻസ് നൽകും. പലവിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ബുദ്ധിപരമായി പ്രവർത്തിക്കും. വിദ്യാലാഭം, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി എന്നിവ ഉണ്ടാകും. അടുത്തത് രേവതി നക്ഷത്രമാണ്. അഭിവൃദ്ധിയും ശ്രേയസ്സിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യും. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുടുംബാംഗങ്ങളുടെ സഹായം ആവശ്യമായി വരും. സാഹിത്യ പ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർക്ക് പ്രശസ്തി വർദ്ധിക്കും. തൃപ്തികരമായ ആരോഗ്യജീവിതം നയിക്കും. ഇന്നത്തെ വിഷയം നിർത്തുന്നു. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.